ഹലോ മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നോമ്പ് 4 നോമ്പ് ഓടിപ്പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ലിവർ വരട്ടിയതാണ് കേട്ടോ. ഓരോ ദിവസവും രാവിലെ ആകുമ്പോൾ എന്താ ഉണ്ടാക്കുക എന്നുള്ള ഒരു ടെൻഷനിലാണ്. അപ്പം ഇതാക്കണമെന്ന് ലിവർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾ, അതേപോലെ മുളക് പൊടി, ബീഫ് മസാല, പെരിഞ്ചീരകം എല്ലാം ഇട്ടിട്ട് കുക്കറിലൊരു 5-6 വിസിലങ്ങോട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ വിസിലടിച്ചെടുക്കുകയാണ്. മോനത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇതാക്കുന്ന കുക്കർ അടച്ച് വെച്ച് ഞാൻ വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ റെഡിയാവട്ടെ. അതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഇതാക്കുന്ന ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള 4 തക്കാളി, 4-5 വെല്ലുള്ളി, അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് വാടാൻ വേണ്ടി ഉപ്പിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിവർ അവിടെ വെന്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എടുത്ത് നോക്കുമ്പോൾ ഒരു 3/4 വേവ്, 3/4 അതിലും കുറച്ചും കൂടി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ വാടിയതിന് ശേഷം ഇതിലേക്ക് ഇതാക്കുന്ന തക്കാളി, അതേപോലെ കറിവേപ്പില, മല്ലിച്ചപ്പ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ഞാൻ ഇതാക്കുന്ന മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മിക്സിയോടെ തട്ടാൻ നോക്കി നടക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു കയ്യിലുകൊണ്ട് ഇതേപോലെ കോരിയിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഈ മസാലയൊക്കെ ഒന്ന് ഇതിൽ പിടിക്കാൻ വേണ്ടി കുറച്ച് സമയം കൂടെ ഒന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വെള്ളപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള പച്ചരി ഞാൻ രാവിലെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ പെരിഞ്ചീരകം, ബീഫ് മസാല എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നേരത്തെ മസാല നമ്മൾ ലിവറിലിട്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്, അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. അപ്പോൾ ഇതാക്കുന്ന വെള്ളപ്പത്തിലേക്കുള്ള മാവ് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തതും ഇതിലേക്ക് അടിച്ചിട്ട് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ മസാല പിടിച്ച് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു ലിവർ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിൽ നമ്മൾ എന്താക്കണം, നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന ഞാൻ ബാക്കിയുള്ള മാവും കൂടെ അടിച്ചെടുക്കുകയാണ് കേട്ടോ. ബാക്കി കുറച്ച് അരിയുള്ളതിലേക്ക് കുറച്ച് ചോറും, അതേപോലെ തേങ്ങയും, പിന്നെ ഈസ്റ്റ് ഉണ്ടല്ലോ, മണി ഈസ്റ്റ്, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ല ക്രിസ്പി ആവാൻ വേണ്ടി. അപ്പം ഞാൻ അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ അടിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിക്കുന്നതിൻ്റെ മുമ്പ് ഞാനൊരു 3 കയ്യിൽ മാവ് ഇതൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാറ്റി വെച്ച മാവിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഞാനിത് കപ്പി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലിവർ വരട്ടിയത് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചാനലിലുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പതിവ് പോലെ തന്നെ നമ്മുടെ തരി കാച്ചൽ പരിപാടിയിലേക്ക് കിടന്നിരിക്കുകയാണ്. തരിയും അതേപോലെ ചായ, പിന്നെ പണിക്കാരുണ്ടായിരുന്നു, അവർക്ക് ചായയൊക്കെ കൊടുത്ത് കേട്ടോ. അങ്ങനെ തരി കാച്ചലും ചായ ഉണ്ടാക്കലും അതൊക്കെ തന്നെ ഡെയിലി ഇതൊക്കെ തന്നെ അല്ലേ, വേറെ എന്തെങ്കിലേ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഡെയിലി ഇതൊക്കെ അല്ലാതെ വേറെ എന്ത് കാണിക്കാനാണ്. അങ്ങനെ മക്കളൊക്കെ സ്കൂളിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ലിവർ വരട്ടിയതാണല്ലോ, അത് ഡ്രൈ ആയിട്ടുള്ള കറിയാണല്ലോ. അപ്പോൾ ഒഴിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളപ്പത്തിന് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കറിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ചെറുപയർ തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഹോട്ടലിലൊക്കെ കിട്ടൂല അങ്ങനത്തെ ആ ഒരു ടേസ്റ്റിൽ ചെറിയ ജീരകമൊക്കെ അരിച്ചിട്ട് അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ഉരുളക്കിഴങ്ങും ഒക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെള്ളപ്പത്തിന് നല്ലൊരു കോമ്പിനേഷനുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനത് കുക്കർ അടച്ച് വെച്ചൊന്ന് 4-5 വിസിലടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പിട്ടില്ല കേട്ടോ, ഉപ്പിട്ടാൽ പെട്ടെന്ന് വെന്തിട്ടില്ല. പിന്നെ കുക്കറിൻ്റെ വിസിലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ആ തരി ഇട്ട് കൊടുക്കുകയാണ്. തരി കാച്ചാൻ നമ്മൾ പിന്നെ തരി അതിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒന്ന് കണ്ണ് തെറ്റിയാൽ ചിലപ്പോൾ സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണം, കുറച്ച് സമൂസ ഉണ്ടാക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം സമൂസ ഉണ്ടാക്കിയതിൻ്റെ മസാല കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെള്ളപ്പത്തിൻ്റെ മാവ് നല്ലോണം പൊങ്ങി എല്ലാം അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുപയറൊക്കെ വെന്ത് ഞാനൊരു ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് വറവിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഇട്ടിട്ട് കടുകൊക്കെ ഇട്ടൊന്ന് താളിച്ചെടുത്തതാണ്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിവർ വരട്ടിയത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. എൻ്റെ പൊന്നോ, കാണുമ്പം കൊതിയാവുന്നു. ഞാൻ മീനൊന്നും കഴിക്കാത്ത ആളാണ്, പക്ഷേ ലിവറാകുമ്പം കഴിക്കും കേട്ടോ. അപ്പോൾ സമൂസ ഒക്കെ പൊരിക്കുന്നുണ്ട്. അതിന് ശേഷം വെള്ളപ്പവും, പിന്നെ ഹസ്ബൻഡിന് വെള്ളപ്പം പറ്റൂല, അതിനെ കൊണ്ട് 2-3 കണ്ണച്ചത്തിനും കൂടെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം
ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.